ഹായ് ഓൾ, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക്. അപ്പൊ 108 റിവിഷൻ ആണ്. ഇതില് നമ്മുടെ ഇവിടെ ഓഫ്ലൈൻ ആയിട്ട് റിവിഷന് വന്ന നമ്മുടെ ലിജി ഉണ്ട്. ലിജി, എങ്ങനെ ഉണ്ടായിരുന്നു ഓഫ്ലൈൻ റിവിഷൻ? 2 ദിവസം കൊണ്ടാണ് നമ്മൾ സമ്മും അത്യാവശ്യപ്പെട്ട കുറച്ച് തിയറികളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ലിജി? എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ? നല്ല ക്ലാസ് ആയിരുന്നു. 2 ദിവസം കൊണ്ട് നമ്മള് ഒട്ടുമിക്ക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് വന്നത് ഒരു സബ്ജക്ട് ആയിരുന്നു സ്റ്റാറ്റി. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ഫ്രീ മൈൻഡോട് കൂടെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. ഓഫ്ലൈനില് ചിലപ്പോ സമ്മ് ചെയ്യാന് ബുദ്ധിമുട്ടുണ്ടാവും. പലരും മാത്സിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ്. ഒരുപാട് സമയം എടുത്ത് ചിലർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ചിലർ കുറെ സമയം എടുത്ത് മനസ്സിലാക്കി നമ്മൾ അതിനോടൊപ്പം നിന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ടായത്. ഇന്ന് നമ്മൾ തിയറി ആണ് പഠിക്കുന്നത്. കാരണം തിയറിയും സമ്മും ഒക്കെ വേണമല്ലോ. സമ്മാകെ 3 എണ്ണം ഉള്ളൂ. അതിൽ ഒരെണ്ണം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് 2 സമ്മുകൾ ബാക്കിയുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും തിയറീസും ആണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. നോക്കാം നമുക്ക്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രൈബ് ഹൈപ്പോതെസിസ് ടെസ്റ്റ്സ് ഇൻ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തത് എസ്റ്റിമേഷൻ എന്താണ്, ഇറേഴ്സ് ഇൻ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് എന്താണത്. 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. കോൺസെപ്റ്റ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രൈബ് ഇൻഫറൻഷ്യൽ പ്രൊസീജിയർ. ഈ ഇൻഫറൻഷ്യൽ പ്രൊസീജിയറിൽ വരുന്ന കേട്ടോ ഹൈപ്പോതെസിസ്. ഈ 3 ക്വസ്റ്റ്യനും ഏകദേശം ഒരേ ആൻസർ ആണ്. ഇനി നാലാമത്തത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രൊസീജിയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് 2 ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻ. ഡിഫൈൻ ഹൈപ്പോതെസിസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഏതാണോ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് അത് കുറച്ച് പ്രാധാന്യത്തിൽ എഴുതാം എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും സ്റ്റാറ്റി എന്താണെന്ന് നമ്മൾ ആദ്യം ഇൻട്രോ ചെയ്യണം. ശ്രദ്ധിക്കുക, ഇത് ആൻസർ എഴുതുന്ന ഇത് ഈ പോയിന്റ്സ് ഒന്നും വിടാനില്ല. ഇത് മൊത്തം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ ആൻസർ എഴുതുന്ന പോലെ പഠിക്കാനുള്ളതാണ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തില്ല, ഈ പ്രൊസീജിയർ ഫോർ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് നമുക്ക് പഠിക്കാനില്ല കേട്ടോ. ഞാൻ പഠിക്കാനുള്ളത് വരെ എടുക്കുന്നുള്ളൂ. ഇറേഴ്സ് ഇൻ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് വരെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാനുള്ളതാണ്. അതിൽ ഒരെണ്ണം പോലും വിടാനില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇരുന്നിട്ട് ഇതിന്റെ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. 2 സെഷൻ ആയിട്ടായിരിക്കും ഞാൻ എടുത്തുതരാം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യണം, ഇൻട്രൊഡക്ഷൻ ഒന്നും എഴുതണ്ട കേട്ടോ, ചുമ്മാ എഴുതി തുടങ്ങാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് ഫോക്കസ് ഓൺ ഓർഗനൈസേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതായത് നമുക്കൊരു 100 പേരുടെ അല്ലെങ്കിൽ ഒരു 1000 പേരുടെ എന്തോ ഒരു കാര്യം അനലൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ 1000 പേരിൽ നിന്ന് ഡാറ്റ ഒന്നും വേണ്ട. ഇപ്പൊ നമുക്ക് നടന്നിരിക്കുന്ന SIR പ്രോസസ് അല്ലെ, നമ്മുടെ BLOമാര് വന്നിട്ടുള്ള അവരിതൊക്കെ കിട്ടും. ഈ ഡാറ്റ ഫുള്ള് നമ്മളിങ്ങനെ കൊടുക്കുന്നൊക്കെ ഡാറ്റ കളക്ഷനാ. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താക്കും, അത് കൃത്യമായിട്ട് വാർഡ് അടിസ്ഥാനത്തിൽ ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഈ വാർഡിൽ ഇത്ര സ്ത്രീകളുണ്ട്, ഇത്ര പുരുഷന്മാരുണ്ട്, ഇത്ര വയസ്സിന് പിന്നെ ഇടയിലുള്ളവരുണ്ട്, ഇടയിലില്ലാത്തവരുണ്ട്. ഇങ്ങനെ ഇന്റർപ്രിട്ടേഷൻ നടത്തും. അതായത് കിട്ടുന്ന ഒരു ഡാറ്റ ഓർഗനൈസ് ആക്കുക, സ്റ്റാറ്റി ഉപയോഗിച്ച് അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. ഇതിനെയാണ്, ഇങ്ങനത്തെ ഒരു മാത്സിന്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് മെമ്പേഴ്സ് നിന്ന് കിട്ടുന്ന ഡാറ്റ ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ സബ്ജക്ട് ഏരിയ ഹാസ് എ വാസ്റ്റ് സ്കോപ്പ് ആൻഡ് ആപ്ലിക്കേഷൻ. വെറും സൈക്കോളജിയിൽ മാത്രമല്ല കേട്ടോ. It finds its application field like policy planning, management, education, marketing, agriculture, medicine, and so on. Though one of its major application is research. Research ആണ് ഒരു മേജർ അപ്ലിക്കേഷൻ എങ്കിൽ കൂടെ പോളിസി പ്ലാനിങ്ങില്, മാനേജ്മെന്റില്, എഡ്യൂക്കേഷനില്, മാർക്കറ്റിംഗില്, അഗ്രികൾച്ചറില്, മെഡിസിനില് ഒക്കെ സ്റ്റാറ്റി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക് മാത്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഡാറ്റ ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, ആ രീതിക്ക് ഉപയോഗിക്കുന്ന ഒരു മാത്സിന്റെ ബ്രാഞ്ച് ആണ് സ്റ്റാറ്റി. ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അതിന് മെയിൻ ഒരു ആപ്ലിക്കേഷൻ റിസർച്ച് ആണെങ്കിലും
പോളിസി പ്ലാനിങ്, മാനേജ്മെന്റ്, എഡ്യൂക്കേഷന്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, മെഡിസിനിലൊക്കെ സ്റ്റാറ്റി ഉപയോഗിക്കാറ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അത് പറയുന്നതിന് മുന്നേ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് കാറ്റഗറൈസ്ഡ് ആസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ. അതായത് സ്റ്റാറ്റിനെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും അടുത്തത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക്. In inferential statistics, inference are drawn about the population based on a representative sample. ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്, നിങ്ങളിത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതായത് ഇപ്പോ കേരളത്തിലെ അഡോളസൻസ് കുട്ടികൾ, ഇവരുടെ എന്താ പറയാ, ക്ലാസ് റൂം ടീച്ചേഴ്സിന്റെ ക്ലാസ് റൂം ആറ്റിറ്റ്യൂഡ് ഇവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ? കേരളത്തിലെ അഡോളസൻസ് കുട്ടികളുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ് റൂം ആറ്റിറ്റ്യൂഡ് ഇവരുടെ മാനസിക ആരോഗ്യത്തെ, അതായത് ടീച്ചേഴ്സ് ക്ലാസ് റൂം ആറ്റിറ്റ്യൂഡ് മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു സ്റ്റഡി നമുക്ക് നടത്തണം. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, വലിയൊരു സ്റ്റഡി ആയിട്ട് വേണ്ടി വരട്ടെ. കാരണം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എന്തോരം അഡോളസൻസ് കുട്ടികളുടെ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കടുത്ത് അഡോളസൻസ് കുട്ടികൾ ഉണ്ടാവും. സോ അവരൊക്കെ എടുത്ത് പോയിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ കേരളത്തിലെ അഡോളസൻസ് കുട്ടികൾ നമ്മുടെ പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷന് ഇതിൽപ്പെട്ട ഓരോ ജില്ലയിൽ നിന്ന് ഒരു 100 പേരെ വെച്ച് 1400 പേരെ വേണ്ടി നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. ഇവരെ പറയാം സാമ്പിൾ എന്നാണ്. ഈ സാമ്പിൾ നടത്തുന്ന സ്റ്റഡിക്കാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. എന്നിട്ട് ഈ സാമ്പിളിൽ കിട്ടുന്ന ഉത്തരം വെച്ചിട്ട് നമ്മൾ കേരളത്തിലെ മൊത്തം കുട്ടികൾക്കും ഇങ്ങനെയാണെന്ന് ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഫറൻസ് അനുമാനിക്കുക, ആർ ഡ്രോൺ അബൌട്ട് പോപ്പുലേഷൻ, പോപ്പുലേഷൻ എടുത്തിട്ടുള്ള റെപ്രസെന്റേറ്റീവ് സാമ്പിൾസിന് വെച്ച് അനുമാനിക്കുക ചെയ്യുക. അതായത് ഈ 1400 കുട്ടികളുടെ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തിയത് ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ അനുമാനിക്കും മൊത്തം പോപ്പുലേഷനും ഇങ്ങനെയാണെന്ന്. After the data is collected, it is organized and summarized, and once it is done, inferential statistics can be carried out in order to analyze the data and draw conclusions and make inference. കേട്ടോ, ആദ്യം നമ്മൾ ഈ 1400 പേരിൽ നിന്ന് എന്ത് വാങ്ങും? ഡാറ്റ കളക്ട് ചെയ്യും. ക്വസ്റ്റ്യനെയറോ സർവേ മെത്തേഡിലൂടെ ഡാറ്റ കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്ത ഡാറ്റ കറക്റ്റ് ടേബിൾ വെച്ചിട്ടോ ഗ്രാഫ് വെച്ചിട്ടോ ഓർഗനൈസ് ചെയ്യും, സമ്മറൈസ് ചെയ്യും. എന്നിട്ട് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കൺക്ലൂഷൻ ചെയ്തിട്ട് അനുമാനിക്കുകയാണ് ചെയ്യുക. നമ്മള് അനുമാനിക്കുകയാണ് ചെയ്യുക. അതായത് ഇവിടെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അനുമാനമാണ്. കാരണം 1400 പേരെ ആകെ ചെയ്തിട്ടുള്ളൂ, ലക്ഷക്കണക്കിന് അഡോളസൻസ് ഉണ്ട്. സോ നമ്മൾ ഈ 1400 ആളുകളിൽ ചെയ്തിട്ട് നമ്മൾ അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. Thus, with the help of inferential statistics, inferences can be drawn about the population. Population പറ്റിയുള്ള inference of the study based on characteristics of the sample on whom the study was carried out. ഈ സ്റ്റഡി നമ്മൾ carried out ചെയ്തത് സാമ്പിൾസിലാണെങ്കിൽ ആ സാമ്പിൾസിൽ കിട്ടിയ ഉത്തരം വെച്ചിട്ട് നമ്മൾ പോപ്പുലേഷൻ്റെതാണെന്ന് പറഞ്ഞ് അനുമാനിക്കുകയാണ്. ഇതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാൻ കാരണം. എന്താണ്? നമ്മൾ ഹോൾ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് പേരെടുത്ത് പഠിക്കും. ആ പഠിക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സാമ്പിൾ എന്ന് പറയാം. ഈ സാമ്പിളിന് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ പോപ്പുലേഷനിലേക്ക് അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 പോയിന്റ്സ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയണേ, ക്ലിയർ ആണോ? As stated by V. Raghavan and Shedgokar, inferential statistics refers to the mathematical methods based on probability theory and help in reasoning and inferring the characteristic feature of sample drawn from the larger population. ഇതാണ് ഡെഫിനിഷൻ. വീരരാഘവനും ഷെഡ്ഗോക്കറും പറഞ്ഞിരിക്കുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക് മെത്തേഡ് ആണ്. പ്രോബബിലിറ്റി തിയറിയുടെ ബേസിസിലാണ് വരുന്നത്. എന്താണ്? സാമ്പിൾസിനെ വെച്ചിട്ട് ലാർജർ പോപ്പുലേഷനിലേക്ക് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അനുമാനിക്കുകയാണ്. സാമ്പിൾ ചെയ്യും, എന്നിട്ട് ഹോൾ പോപ്പുലേഷൻ ഇതായിരിക്കും നമ്മൾ അനുമാനിക്കുക.
Inferential statistics can also be effectively used to make estimations and predictions. Predictions നടത്താന്, എസ്റ്റിമേഷൻസ് നടത്താന്. അതായത് ഈ 1400 കുട്ടികൾ ചെയ്തിട്ട് മനസ്സിലായി, അപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ട് കൂടിക്കൂടി വരും. ഇനി ആരോൺ എന്നൊരാളും കോബ്സ് എന്നൊരാളും കൂടി ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എംപ്ലോയ്ഡ് ബൈ സൈക്കോളജിസ്റ്റ് ഇൻ ഓർഡർ ടു മേക്ക് ഇൻഫറൻസ് ആൻഡ് draw conclusion based on certain data. Certain data വെച്ചിട്ട് അനുമാനിക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റാറ്റി മെത്തേഡാണ് എന്ത്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ എപ്പോഴും വീരരാഘവൻ ഷെഡ്ഗോസ്കറിന്റെ പിന്നെ പോയിന്റ്സ് എഴുതാനാണ് പറയാ, ബിക്കോസ് ഇതാണ് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഇനി നോക്കിക്കേ, the process of inferential statistics can be explained with the help of following flow chart. ഈ ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ടും ആൻസർ ഷീറ്റിൽ വരച്ചു വെക്കണം. എന്താണ്? സെലക്ഷൻ ഓഫ് എ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ. ആദ്യം നമ്മൾ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ നമ്മൾ എന്താണ്, ഓരോ ജില്ലയിൽ നിന്ന് 100 പേര് വെച്ച് 14 ജില്ലയിൽ നിന്ന് 1400 പേരാണ് നമ്മൾ, 700 പേര് ഗേൾസും 700 പേര് ബോയ്സും. സെലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ് സാമ്പിൾ. എന്നിട്ട് ഈ 1400 പേരിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. എന്നിട്ട് ആ ഡാറ്റ സ്റ്റാറ്റി വെച്ച് അനാലിസിസ് ചെയ്യും. എന്നിട്ട് കൺക്ലൂഷൻ ഉണ്ടാക്കും, മേക്ക് ഇൻഫറൻസസ് അബൌട്ട് പോപ്പുലേഷൻ. കണ്ടോ, ആരാണ് സാമ്പിൾ എന്ന് തീരുമാനിച്ച് അവരിൽ നിന്ന് എത്ര പേരാണെന്നൊക്കെ സെലക്ട് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യും, അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ചെയ്തിട്ട് ഈ 1400 പേരിൽ കിട്ടിയ ഉത്തരം നമ്മൾ പോപ്പുലേഷനിലേക്ക് ഇൻഫറൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പേര് പറയുന്ന പോലെ തന്നെ ഒരു പോപ്പുലേഷനെ മൊത്തം എടുത്ത് പഠിക്കാൻ നമുക്ക് പറ്റാത്ത പക്ഷം അവരിൽ നിന്ന് ഒരു കുറച്ച് പേരെ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കും. എന്നിട്ട് അവരിൽ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് കൺക്ലൂഷൻ എത്തും. ഈ കൺക്ലൂഷൻ പോപ്പുലേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെലക്ഷൻ ഓഫ് എ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ, ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനാലിസിസ്, draw conclusion and make inferences about population. Okay ആണോ? Okay ആണോ? ഇനി ഇൻഫറൻഷ്യൽ പ്രൊസീജിയർ ആണ്. 2 ഇൻഫറൻഷ്യൽ പ്രൊസീജിയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് എസ്റ്റിമേഷനും, രണ്ടാമത്തത് ഹൈപ്പോതെസിസ് ടെസ്റ്റിങ്ങും. ഇന്ന് എസ്റ്റിമേഷൻ വരെയാണ് കേട്ടോ ഞാൻ എടുക്കുക. ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് നാളത്തോടെ തീർത്തു തരും കേട്ടോ. അപ്പൊ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് കുറെ കാര്യങ്ങൾ വരാനുണ്ട്. അതായത് ഞാൻ പഠിപ്പിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് ഷുവർ ആണ്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യൻസേ വരാനുണ്ട്. Okay, there are 2 types of procedures under inferential statistics, namely estimation and hypothesis testing. First one ആണ് estimation. ഇതുപോലെ തന്നെ ആൻസർ ഷീറ്റ് എഴുതി വെക്കുക. ഇൻഫറൻഷ്യൽ പ്രൊസീജിയറിന് എന്ത് ചെയ്യുക, പിന്നെ ഹെഡിങ് കൊടുക്കുക, ഇത് എഴുതി വെക്കുക. 2 എണ്ണം അല്ലെങ്കിൽ നമ്പർ ഇട്ട് ചെയ്താൽ മതി. Number 1 estimation, number 2 hypothesis testing. എന്താണ് estimation? Estimating probability of a phenomena is referred to as estimation. ഒരു probability of a phenomena, ഒരു ഫിനോമിനയുടെ പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക. ഏകദേശം ഇത്ര കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും, ഇത് കാരണം ഏകദേശം ഇത്ര എമൗണ്ട് ഓഫ് പ്രശ്നം ഉണ്ടാവും. അതായത് ഒരു പ്രോബബിലിറ്റി ഫിനോമിന വരാൻ പോകുന്ന ഒരു നടക്കാൻ സാധ്യതയുള്ള ഒരു ഫിനോമിനന്റെ ഏകദേശം എസ്റ്റിമേഷൻ പറയുന്നതിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. Those inferences are drawn from sample that is representative of a population, and these inference can be generalized to whole population. അറിയാലോ, ഇൻഫറൻസസ് നമ്മൾ സാമ്പിളിൽ നിന്നാണ് എടുക്കുക, എന്നിട്ട് ഹോൾ പോപ്പുലേഷൻ ജനറലൈസ് ചെയ്യുക. അതായത് ഈ 1400 പേരെ സാമ്പിളിൽ നിന്ന് എടുത്തിട്ട് ഹോൾ പോപ്പുലേഷൻ, കേരളത്തിലെ മൊത്തം പിള്ളേരിലേക്ക് ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. In these inferences, the researcher will make an estimation that need to be close to the actual or true population value. ഏകദേശം ആക്ച്വൽ, അതായത് ഇപ്പം 1400 പേരിൽ ചെയ്തപ്പോൾ കുട്ടികൾക്ക് ഇത്ര പ്രശ്നമുണ്ട്. സോ കേരളത്തിലെ മൊത്തം കുട്ടികൾക്ക് എടുക്കുമ്പോൾ, അതായത് 1400 പേരിൽ ചെയ്തപ്പോ ഒരു 79% കുട്ടികൾക്കും പ്രശ്നമുണ്ട്. സോ മൊത്തം കുട്ടികളിലേക്ക് ആക്കുമ്പോഴത്തേനും അതൊരു 62% കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് എസ്റ്റിമേഷൻ. Okay, the researcher will make an estimation that needs to be close to the actual or true population. True population എത്ര സംഭവിച്ചേക്കാം എന്ന് അടുത്ത് വരുന്ന രീതിയിൽ ഒരു കണക്ക് പറയുന്നതിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതായത് 1400 കുട്ടികൾ അല്ലെങ്കിൽ സാമ്പിൾസിൽ ചെയ്തപ്പോൾ ഇത്ര കിട്ടി,
സോ മൊത്തം പോപ്പുലേഷൻ എന്ത് ചെയ്യുമ്പോൾ ഇത്ര ആയേക്കാം എന്ന് എസ്റ്റിമേഷൻ പറയുന്നതിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് എസ്റ്റിമേഷൻ ആണുള്ളത്, പോയിന്റ് എസ്റ്റിമേഷനും ഇന്റർവെൽ എസ്റ്റിമേഷനും. പോയിന്റ് എസ്റ്റിമേഷൻ വളരെ സിമ്പിൾ ആണ്, ഒരു സിംഗിൾ ഡിജിറ്റ് ആയിട്ടാണ് വരിക. ഇപ്പം 46 മുതൽ 48 വരെ എന്ന് പറയുമ്പോൾ അത് ഇന്റർവെൽ എസ്റ്റിമേഷൻ ആണ്. 46 ആവാം, 47 ആവാം, 48 ആവാം. നേരെ മറിച്ച് 46.08 എന്ന് പറയുന്നത് പോയിന്റ് എസ്റ്റിമേഷൻ ആണ്, ഒരൊറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. This type of estimation in which value is single point, അതിനെയാണ് point estimation എന്ന് പറയുന്നത്. For example, the estimation of sample mean is made 46.8 that is expected to be equal to population mean. And ഒരൊറ്റ പോയിന്റ് പറയാണ്, പോയിന്റ് എസ്റ്റിമേറ്റ് കംപ്രൈസസ് ഓഫ് സാമ്പിൾ മീൻ ആൻഡ് സാമ്പിൾ പ്രൊപ്പോർഷൻ. കേട്ടോ, സാമ്പിൾ മീനും സാമ്പിൾ പ്രൊപ്പോർഷനും വെച്ചിട്ടാണ് നമ്മൾ എന്ത് പോയിന്റ് എസ്റ്റിമേഷൻ. അതായത് സാമ്പിളിന്റെ മീനും സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ, ഈ 1400 പേരുടെ മീനും 1400 പേരുടെ പ്രൊപ്പോർഷനും വെച്ചിട്ട് ഏകദേശം നമ്മൾ മൊത്തം കുട്ടികളുടെ വെച്ചിട്ട് പറയുകയും ചെയ്യാം. ഒരൊറ്റ പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. ദ പോപ്പുലേഷൻ മീനിനെ ന്യൂ എന്നാണ് പറയുന്നതെങ്കിൽ സാമ്പിൾ മീനെ നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇൻ സിഗ്നൽ മാനർ ഇഫ് ദ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ക്യാപിറ്റൽ പി ആണെങ്കിൽ സാമ്പിൾ പ്രൊപ്പോർഷൻ സ്മോൾ പി ആയിരിക്കും. അതായത് നമ്മള് പോപ്പുലേഷന്റെ മീന്, മൊത്തം കുട്ടികളുടെ മീന് ന്യൂ ആയിട്ടാണ് എടുക്കുകയെങ്കിൽ സാമ്പിളുടെ മീന് എക്സ് ആയിട്ടാണ് എടുക്കുക. അതുപോലെ പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ ക്യാപിറ്റൽ പി ആണെങ്കിൽ സാമ്പിളുടെ പ്രൊപ്പോർഷൻ സ്മോൾ പി ആയിട്ടായിരിക്കും എടുക്കുക. അപ്പൊ രണ്ട് എസ്റ്റിമേഷനിൽ ഒരെണ്ണാണ് പോയിന്റ് എസ്റ്റിമേഷൻ, അത് ഒറ്റ സിംഗിൾ പോയിന്റേ ഉണ്ടാവുള്ളൂ. അതായത് പോപ്പുലേഷൻ മീനോട് താരതമ്യപ്പെടുത്തി ഒറ്റ സിംഗിൾ നമ്പർ ആയിരിക്കും. അത് എന്താണ്, പോപ്പുലേഷൻ മീൻ ന്യൂ ആണെങ്കിൽ സാമ്പിൾ മീൻ എക്സ് ആയിരിക്കും. അതുപോലെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ പി ആണെങ്കിൽ സാമ്പിൾ പ്രൊപ്പോർഷൻ സ്മോൾ പി ആയിരിക്കും. അതായത് ഈ പോയിന്റ് എസ്റ്റിമേഷൻ എന്തിന്റെ ബേസിസിലാണ്, സാമ്പിൾ മീനിന്റെയും സാമ്പിൾ പ്രൊപ്പോർഷന്റെയും അനുസരിച്ചാണ് നേരെ പോപ്പുലേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒരൊറ്റ സിംഗിൾ പോയിന്റ് ആയിരിക്കും. നേരെ മറിച്ച് ഇന്റർവെൽ estimation ആണെങ്കിലോ, interval estimation is an interval or two numbers within which the population parameter could lie. Two numbers വരും, 50 to 55, 60 to 70 ഇങ്ങനെ വരും. Thus for population mean mu, the interval estimate will be a less than x less than b ഇങ്ങനെയാണ് എഴുതാം. അതായത് എന്തുമാവാം, അതായത് ഈ എക്സിന്റെ അപ്പറയോ ഇപ്പറയോ ആയിരിക്കാം. അതായത് ഒന്നെങ്കിൽ 50 ആയിരിക്കാം, എക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 50 ആയിരിക്കാം, 51 ആവാം, 52 ആവാം, 53 ആവാം, 54 ആവാം, 55 ആവാം. അപ്പൊ ഇതിന്റെ നടുക്കായിരിക്കാം വരാം. The interval estimate is greater than a but lesser than b. കണ്ടോ, ഇന്റർവൽ എസ്റ്റിമേറ്റ് ഗ്രേറ്റർ ദാൻ എ ആണ് ബട്ട് ലെസ്സർ ദാൻ ബി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ആൻഡ് ഇന്റർവൽ എസ്റ്റിമേറ്റ് ഷുഡ് ബി 45 into 47, within which it is expected that population mean will be like 45 നെക്കാൾ കൂടുതലായിരിക്കും, എന്നാൽ 47 നെക്കാൾ കുറവ്. അതാണ് എ ഗ്രേറ്റർ ദാൻ ബി ലെസ്സർ ദാൻ എന്ന് പറയുന്നത്. As a researcher has an interval, he or she is thus able to trust that the estimate is close to population value 95% or 99 level of confidence. നമ്മൾ ഈ estimation 95% അല്ലെങ്കിൽ 99% level of confidence ലാണ് പറയുക. Interval estimate comprises of confidence interval for mean and confidence interval for proportion. Researcher എപ്പോൾ ഉപയോഗിക്കുക എന്താണ്, ഇന്റർവെൽ ആണ് ഉപയോഗിക്കാറുള്ളത്. കാരണം നമുക്ക് പോയിന്റ് ആക്കിയിട്ട് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് 50-നും 57-നും ഇടയിൽ എന്നൊക്കെ പറയുമ്പോൾ അത് 95 to 99 ലെവൽ ഓഫ് കോൺഫിഡൻസ് വരെ പോകാറുണ്ട്. അപ്പോ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ മീൻ വെച്ച് പോപ്പുലേഷൻ മീനിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഏകദേശം എസ്റ്റിമേഷൻ പറയുന്നതാണ്. രണ്ട് ടൈപ്പ് എസ്റ്റിമേഷൻ ഉണ്ട്. പോയിന്റ് എസ്റ്റിമേഷൻ ഒറ്റ പോയിന്റ് പറയാ എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇന്റർവെൽ എസ്റ്റിമേഷൻ എങ്ങനെയാണ്, രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും, എ ഗ്രേറ്റർ ദാൻ എക്സ്, ബി ലെസ്സർ ദാൻ എക്സ് എന്നുള്ള രീതിയിലാണ് വരാം. അങ്ങനെ രണ്ട് നമ്പർ വെച്ചിട്ടാണ്. ഇതാണ് ഏറ്റവും ആക്യുറേറ്റ് 95 to 99 ലെവൽ ഓഫ് കോൺഫിഡൻസിൽ ഇന്റർവെൽ എസ്റ്റിമേഷന്റെ കാര്യം നമുക്ക് പറയാൻ വേണ്ടി. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്. അപ്പൊ ഇവിടെ ഈ എസ്റ്റിമേഷൻ എന്നുള്ള 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് ജസ്റ്റ് പറയാം.
രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് എന്ന് പറയാം. എസ്റ്റിമേഷനും ഹൈപ്പോത്തസിസും എഴുതിയ ശേഷം മാത്രം എസ്റ്റിമേഷൻ എന്താന്ന് വിശദീകരിച്ച് എഴുതാം. നോക്കിയേ, കോൺസെപ്റ്റ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ എടുത്തു തന്നത് നേരത്തെ. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രൊസീജിയർ ചോദിച്ചു, അതിൽ എസ്റ്റിമേഷൻ എടുത്തു, ഇനി ഹൈപ്പോത്തസിസും കൂടി ഉണ്ട്. ഇനി പ്രൊസീജിയർ മാത്രം 10 മാർക്കിൽ ചോദിക്കുമ്പോൾ കോൺസെപ്റ്റ് ജസ്റ്റ് മെൻഷൻ ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കിയേ, 2 ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻ മാത്രം ചോദിച്ചിട്ടുണ്ട് 4 മാർക്കിന്. ഇനി ഹൈപ്പോത്തസിസും ഡിഫറൻസ് ബിറ്റ്വീൻ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ്. അപ്പൊ ഇനി നമുക്ക് ഒരു ഭാഗം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലായിട്ട് മാറും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പറഞ്ഞുതരാട്ടോ. അപ്പൊ ഇന്ന് ഇത്രയും മതി. ഒരുപാട് കുത്തിക്കയറ്റി തരുന്നില്ല, വളരെ പതുക്കെ പതുക്കെ നമുക്ക് പോകാം. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്ത സെഷനുമായി നാളെ കാണുന്നവരെ ഹലോ. കഴിഞ്ഞു തുറക്കണോ? ഇപ്പൊ തുറക്കാം.